ഇനി ഒരു കാര്യം കൂടി, പൂർവാഞ്ചൽ അടക്കമുള്ള ഇടങ്ങളില് ഇവരുടെ വോട്ട് ബാങ്കായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളെ വെട്ടിനിർത്തിയെന്ന് ഇവർ പറഞ്ഞു. ഇവിടെ യാഥാർത്ഥ്യം എന്താ? അതെന്താ? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമാണ് കൊള്ളാവുന്ന ആൾക്കാരുള്ളൂ. കേരളത്തിലെ ഇവരുടെ BLA മാത്രമാണ്, ഇവരുടെ ലോക്കൽ നേതാക്കന്മാർ കൊള്ളാവുന്ന ആൾക്കാരുള്ളൂ. എന്താ ഉത്തരാഖണ്ഡിലെയും നോർത്ത് ഈസ്റ്റിലെയും അല്ലെങ്കിൽ ഗുജറാത്തിലെയും ഇവരുടെ നേതാക്കന്മാരും കൊള്ളത്തില്ലേ? അവർക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്താണ് വെട്ടി പുറത്താക്കിയിട്ടുണ്ടോ മരിച്ചെന്ന് പറഞ്ഞിട്ട്? മറ്റേ തെളിവ് സഹിതം കൊണ്ടേ കാണിച്ചിരുന്നില്ലേ മരിച്ചെന്ന് പറഞ്ഞ? ഇവിടെ ആര് തെളിച്ചാൽ അതൊക്കെ ആ ആള്, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ വാദമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാലം അത്രേ ഷാക്കിറെ, പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഭാഗത്രേ. എന്നെ രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ട് വന്നാൽ അവർ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ പത്രം വായിക്കണം, ചുമ്മാ ഇവിടെ നിന്നിട്ട് അവസാനം ഇലക്ഷൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ വാദങ്ങളാണേ. ആ ആളുകൾ തന്നെ അവര് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലാന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള വാദങ്ങൾ മൊത്തം പറഞ്ഞേ. രാഹുൽ ഗാന്ധി ജനാധിപത്യം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം, ഓസ്ട്രേലിയ BJPയുടെ ജനാധിപത്യം പഠിപ്പിക്കണം കേട്ടോ. നമുക്ക് സമയമില്ല, തർക്കത്തിലേക്ക് പോകാനും സമയമില്ല. ശ്രീ MS വേണുഗോപാൽ, ഒറ്റ വാക്കിൽ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന തരത്തിലാക്കി മാറുമോ? താങ്കൾ എന്താണ് കരുതുന്നത്? BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏത് കാലത്താണ് നിങ്ങൾ ഈ പരിപാടി നടത്തിയത്? നിങ്ങൾ ഈ രാജ്യത്ത് CCTV വന്ന സമയത്ത് ഈ രാജ്യത്ത് CCTV വോട്ടർമാരവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കിടക്കും. അതിൽ ഭൂരിഭാഗവും മരിച്ചതും ഈ നാട്ടിൽ നിന്ന് പോയതും ഒക്കെ ആയിരിക്കും. ആ 30% എന്ന് പറയുന്നത് 2 ലക്ഷം വോട്ടർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ 30% എന്ന് പറഞ്ഞാൽ 60,000 പേര് വോട്ട് ചെയ്യാറില്ല. അതിൽ ഒരു പകുതിയെങ്കിലും ഇതുപോലെ മരിച്ചതും നാട്ടിൽ നിന്ന് പോയത്. അപ്പൊ അത് ഒരു കാരണവശാലും ബാധിക്കാൻ സാധ്യതയില്ല. സാധ്യത ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഇരിക്കില്ല. നടക്കുന്ന ശരി, എന്തായാലും തലസ്ഥാനത്തെ വോട്ട് വെട്ടൽ BJPക്ക് ഗുണമാകുമോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. 66% പേർ അതേ എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നത് 30% പേർ മാത്രം. നിഷ്പക്ഷമായി വോട്ട് രേഖപ്പെടുത്തിയത് 4% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.